ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിടെക് സിംപ്ലിഫൈഡ്. അപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത് ഹാഫ് ആഡ് സർക്യൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഹാഫ് ആഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ബൈനറി ഇൻപുട്സ് കൊടുക്കും, ദേ ആർ എ ആൻഡ് ബി, ആൻഡ് ദ സർക്യൂട്ട് വിൽ ജനറേറ്റ് ടു ഔട്ട്പുട്ട്സ്, ദാറ്റ് ഈസ് സം ആൻഡ് ക്യാരി. നമ്മളിവിടെ കൊടുക്കുന്നത് ബൈനറി ഇൻപുട്സ് ആയിരിക്കും, എയ്തർ 1 ഓർ 0. സർക്യൂട്ട് വിൽ പെർഫോം ദി സം ഓഫ് ദി given inputs and the carry will be generated as the carry will be also generated as the output. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് a half adder is the most basic digital circuit used for binary addition. അതേപോലെ it adds two single bit binary numbers and produces a sum and carry as a output. ഓക്കെ, ഇവിടെ നമ്മൾ പിന്നെ ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക, എ ആൻഡ് ബി. ആദ്യം എയും ബിയും 0 ആണ്. അപ്പോൾ 0 + 0 എന്താണ്? 0 തന്നെയാണ്. ക്യാരിയും എന്താ? 0 ആയിരിക്കും, കാരണം ക്യാരി ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇവിടെ 0 + 1 എന്താ? സം വിൽ ബി 1. ക്യാരി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ഇവിടെ വരും? 0 ഇടും. അതേപോലെ ഇവിടെ 1 + 0 എന്താ? 1 ആണ്. ക്യാരി വിൽ ബി 0. ഇനി ഇവിടെ 1 + 1 എന്താ? 1 + 1 ഈസ് ബേസിക്കലി 2. അതിനല്ല നമ്മൾ ഈ 1 0 എന്ന് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 0 വിൽ ബി ദ സം ആൻഡ് 1 വിൽ ബി ദി ക്യാരി. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. 1 + 1 എന്ന് പറയുന്നത് സം വിൽ ബി 0 ആൻഡ് ക്യാരി വിൽ ബി 1. വൈ? ബിക്കോസ് 1 + 1 എന്ന് പറയുന്നത് എന്താ? 2 ആണ്. 2നെ ബൈനറിയിൽ നമ്മൾ 1 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ നമ്മളിവിടെ സം 0 ആയിട്ട് പ്ലേസ് ചെയ്യും, ക്യാരി 1 ആയിട്ടും കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഈ ഗിവൺ സമ്മിനെയും ക്യാരിനെയും നമ്മൾ ലോജിക് ഗേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ SOP എക്സ്പ്രഷൻസ് എഴുതാന്ന് പറയും. അപ്പോൾ നമ്മൾ സമ്മിൻ്റെ SOP എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗിവൺ ഇൻപുട്ട് 0 ആണെങ്കിൽ നമ്മൾ SOP എക്സ്പ്രഷൻ എഴുതുമ്പോൾ ആ വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യും. സോ 0ക്ക് നമ്മൾ 0 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ നമ്മൾ എ ബാർ യൂസ് ചെയ്യും. 1 ആണ് എ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഇവിടെ അതേപോലെ SOP എക്സ്പ്രഷന് ഹൈ ഔട്ട്പുട്ടുകൾക്ക് മാത്രമാണ് നമ്മൾ എഴുതുക. ഇവിടെ സമ്മ് 1 ആവുന്ന രണ്ട് കേസ് ഉണ്ട്, ഇതും ഇതും. അപ്പോൾ നമ്മളിവിടെ എന്താ കാണുന്നത്? എൻ്റെ ഇൻപുട്ട് 0 ആണ്, ബി 1 ആണ്. സോ എ 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ആ വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റ് കൊടുക്കും, ദാറ്റ് ഈസ് എ ബാർ ഡോട്ട് ബി എന്താണ്? ഹൈ ആണ് അല്ലെങ്കിൽ 1 ആണ്, അതുകൊണ്ട് നമ്മളിവിടെ ബി തന്നെ കൊടുക്കും. ഓർ അത് കഴിഞ്ഞു ഇനി ഇവിടെ എ എന്താണ്? ഹൈ ആണ്, ബി എന്താ? ലോ ആണ്, അപ്പോൾ ബിയുടെ കോംപ്ലിമെൻറ്റ് കൊടുക്കും. സോ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ നിങ്ങൾ XOR ഗേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. XOR ഗേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? നമ്മൾ സെയിം ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 0 കിട്ടുക, ഡിഫറെൻറ്റ് ഇൻപുട്സാണ് കൊടുക്കുന്നതാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ ഈ എ ഓർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നതാണ് XORൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രത്യേകത എന്താ? സെയിം ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ 0 ആയിരിക്കും, അതേപോലെ ഡിഫറെൻറ്റ് ഇൻപുട്സാണ് കൊടുക്കുന്നതാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതേപോലെ ഈ ക്യാരിയുടെ SOP എക്സ്പ്രഷൻ ഏതാ? സിമ്പിളാണ്. SOP എക്സ്പ്രഷന് ഹൈക്ക് മാത്രമേ നമ്മൾ ചെയ്തു. ഇവിടെ ഹൈ ആയിട്ടുള്ള ഒറ്റ കേസേ ഉള്ളൂ, 1. സോ നമ്മുടെ ഇൻപുട്ട് ഏതൊക്കെയാണ്? ഇവിടെ എയും ബിയും ആണ്, രണ്ട് വാല്യൂസും ഹൈ ആണ്. സോ നമ്മൾ ആ രണ്ട് വേരിയബിൾസ് തന്നെ യൂസ് ചെയ്യും, ദാറ്റ് ഈസ് എ ആൻഡ് ബി. സോ സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് എയും ബിയും ക്യാരിയും മാത്രം ലുക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദിസ് ഈസ് ബേസിക്കലി ദ ഔട്ട്പുട്ട് ഓഫ് എ ആൻഡ് ഗേറ്റ്. അതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇനി ഇതിൻ്റെ പിന്നെ ലോജിക് സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ആൻഡ് ബി ആർ ദി ഇൻപുട്സ്, ദിസ് ഈസ് ബേസിക്കലി ദി XOR ഗേറ്റ്. ഇത് എ XOR ബി നമുക്ക് തരും. അതേപോലെ നമ്മൾ സെയിം ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ എസ് വിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിഫറെൻറ്റ് ഇൻപുട്സാണ് കൊടുക്കുന്നതാണെങ്കിൽ എസ് വിൽ ബി 1. അത് XORൻ്റെ പിന്നെ ലോജിക്കാണ് പറഞ്ഞത്. അതേപോലെ സി വിൽ ബി ദി ആൻഡ് ഗേറ്റ്, അതായത് രണ്ടും ഹൈ ആയാൽ മാത്രമേ ഈ ആൻഡ് ഗേറ്റ് ട്രൂ ആവും. ഓക്കെ, ഹാഫ് ആഡർ സർക്യൂട്ടിൻ്റെ ഡിജിറ്റൽ സിമുലേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ എ ആൻഡ് ബി ആർ 0, അപ്പോൾ സം എന്താണ്? 0 ആണ്, ക്യാരി വിൽ ബി ഓൾസോ 0. ഇനി നമ്മൾ ബി 1 ആക്കുക, അപ്പോൾ സം എന്താണ്? 1 ആണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. ക്യാരി വിൽ ബി 0. ഇനി ഞാൻ ബി 0 ആക്കുകയാണ്, എ 1 ആക്കുകയാണ്, അപ്പോൾ സം 1, ക്യാരി 0. ഇനി ബോത്ത് എ ആൻഡ് ബി നമ്മൾ 1 ആക്കുമ്പോൾ സം വിൽ ബി 0 ആൻഡ് ക്യാരി വിൽ ബി 1. So this is the digital simulation of
half adder circuit. Thank you. Thank you.